ഇന്ന് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച തുടരും. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഭരണപക്ഷ അംഗങ്ങൾ ഗവർണറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. സഭ ബഹിഷ്കരിച്ചതിനാൽ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയ്ക്കുണ്ടായിരുന്നില്ല. ഇന്നും സഭ പ്രക്ഷുബ്ധമാക്കുന്ന നിലപാട് തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ സഭാ കവാടത്തിലേക്ക് കഴിഞ്ഞ ദിവസം സഭ ബഹിഷ്കരിച്ചിറങ്ങി വരുന്ന പ്രതിപക്ഷവും സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ ഒരു നന്ദിപ്രമേയ ചർച്ചയിൽ പൂർണ്ണമായി പങ്കെടുക്കാത്ത ആ ഒരു സാഹചര്യമൊക്കെയായിരുന്നു ഇന്നലെ കണ്ടത്. ഗവർണറുടെ നിലപാടിലുള്ള യഥാർത്ഥ വിമർശനം ഉന്നയിക്കാൻ അത് പ്രതിപക്ഷത്തിന് ഇന്നലെ കഴിഞ്ഞിട്ടില്ല. മറ്റു നിരവധി കാര്യങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കാര്യങ്ങളിലൊക്കെയായിരുന്നു കൂടുതൽ താല്പര്യം കാണിച്ചതെന്ന് തോന്നുന്നു. ഇന്ന് എന്തു പ്രതീക്ഷിക്കണം? തീർച്ചയായും കാവ്യ, ഏതായാലും ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കും എന്ന് കരുതാൻ സാധിക്കുകയില്ല. കാരണം ഇന്നലത്തെ അതേ സമീപനം തന്നെ തുടരുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കാരണം കഴിഞ്ഞ ദിവസമാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെന്ന് പറയുന്നത് പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഗവർണറുടെ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അംഗങ്ങൾ ഉന്നയിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ചർച്ചയിലേക്ക് ഉൾപ്പെടെ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും. അതിനു മുൻപ് തന്നെ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കുകയും സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അത് കഴിഞ്ഞ ദിവസത്തെ അവർ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. പ്രത്യേകിച്ചും ചക്കിട്ടപ്പാറയിലെ ആത്മഹത്യയിലൂന്നിയായിരുന്നു അവർ വിഷയം കൊണ്ടുവന്നത്. പക്ഷേ സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ ധനമന്ത്രി അതിൽ എന്താണ് വസ്തുത എന്നുള്ളത് സഭയിൽ കണക്കുകൾ അടക്കം വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയ വിഷയമായി ഉന്നയിക്കാൻ ആലോചിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വിഷയമാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള വിഷയത്തിൽ ഊന്നി ഈ ഒരു അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകുമ്പോഴും പ്രതിപക്ഷം സർക്കാരിനെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് അത് തന്നെയായിരിക്കും ഇന്ന് സഭയിൽ സ്വീകരിക്കുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പ്രതിപക്ഷം സ്വീകരിച്ചു വരുന്ന നിലപാട്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്താണ് കാരണം എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്ന കാര്യം. കാരണം കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാടുകൾ അതാണ് ഈ രീതിയിൽ സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ദില്ലിയിൽ പോയി സമരം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഫെബ്രുവരി 8 നടക്കുന്ന സമരത്തിലേക്ക്, ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിലേക്ക് പ്രതിപക്ഷത്തെയും മുഖ്യമന്ത്രിയും സർക്കാരും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് പ്രതിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്നിപ്പോൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷവും ഇത് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കും എന്നുള്ളതിൽ സംശയമില്ല. ഈ വിഷയത്തിലൂന്നിയും സഭയെ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് പതിവ് പോലെ തന്നെ രാവിലെ 9 മണിക്ക് സഭാ സമ്മേളനം ആരംഭിക്കും. ചോദ്യോത്തരവേളയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ശൂന്യവേളയിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഈ ഒരു അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് സഭ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഇന്നും അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നന്ദിപ്രമേയ ചർച്ച ഇന്ന് സഭയിൽ തുടരുന്നതായിരിക്കും. കാവ്യ. ഷീജ, ഭരണപക്ഷ അംഗങ്ങൾ രൂക്ഷമായ വിമർശനം ഗവർണർക്കെതിരെ ഇന്നലെ ഉന്നയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ കാര്യം ഷീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഇന്നലെ ആവർത്തിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവടക്കം എടുത്തു പറയുന്നു. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നും പറയുന്നു. അപ്പോഴും ധനമന്ത്രി KN ബാലഗോപാൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെയാണോ ഇത് പറയേണ്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല. രണ്ടാമതൊരു കാര്യം, 19 അംഗങ്ങൾ UDF-നുണ്ട്. നിങ്ങൾ വരൂ, തലസ്ഥാനത്ത് ദില്ലിയിൽ സംഘടിപ്പിക്കുന്ന ആ ഒരു പ്രക്ഷോഭത്തിലേക്ക്, സമരത്തിലേക്ക് നിങ്ങളെ വീണ്ടും ആവർത്തിച്ച് ക്ഷണിക്കുകയാണ് എന്നും ഇന്നലെ ധനമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പിന്നീട് കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ എന്ത് നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ ഒരു സാഹചര്യത്തിൽ എടുക്കേണ്ടത് എന്നതിനു കൂടി നിയമസഭയും വേദിയാവുകയാണ്. നിയമസഭ ആ ഒരു നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പ്രതിപക്ഷത്തിലേക്കും എത്തിക്കാൻ ഒരിക്കൽ കൂടി ഭരണപക്ഷ അംഗങ്ങൾ ശ്രമിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇന്നും പക്ഷേ അതിൽ നിന്നൊക്കെയും വ്യതിചലിച്ച് പൂർണ്ണമായും സഭ പ്രക്ഷുബ്ധമാക്കാനും ബഹിഷ്കരിക്കാനും, സഭാ സമ്മേളനം ബഹിഷ്കരിക്കാനും ഒക്കെയുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നത് തന്നെയാണോ?
കാവ്യ, ഏതായാലും നിലവിൽ നമുക്ക് പ്രതിപക്ഷത്തിന്റെ നിലപാട് കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതിപ്പോൾ ക്ഷേമ പെൻഷന്റെ വിഷയമാകട്ടെ, ക്ഷേമ പെൻഷന്റെ വിഷയം എടുക്കുകയാണെങ്കിലും ഈ എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷന്റെ വിതരണത്തിൽ ചില ബുദ്ധിമുട്ടുകൾ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്നത്, അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പെൻഷൻ ഫണ്ട് കമ്പനി, ആ കമ്പനിയുടെ കടം സംസ്ഥാനത്തിന്റെ പൊതുകടത്തിലേക്ക് മാറ്റി എന്നുള്ള കേന്ദ്ര നിലപാടാണ്. പക്ഷേ അതിനുള്ള കാരണം ഇതാണ് എന്നിരിക്കെ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നടപടികളെ വിമർശിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. മറിച്ച് സംസ്ഥാന സർക്കാരിനെ മാത്രം നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം അത് തന്നെയാണ് നിലവിൽ നമ്മളിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യമെടുത്താലും സംസ്ഥാനത്തെ വലിയ തോതിൽ സാമ്പത്തികപരമായി ഞെരുക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. നൽകാനുള്ള ഗ്രാന്റുകൾ നൽകുന്നില്ല, സബ്സിഡി നൽകുന്നില്ല, അതോടൊപ്പം തന്നെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കുന്നു. ആ രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ തരത്തിലും സാമ്പത്തികമായി ഞെരുക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ മാത്രം നിരന്തരം കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചു പോകുന്നത്. ഇപ്പോൾ ആദ്യമായി സഭയ്ക്കകത്തും ഈ ഒരു വിഷയം, സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു വിഷയം അവർ ഉന്നയിക്കുമ്പോൾ സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുക എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഊന്നി ഇന്നിപ്പോൾ സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള ആലോചനകൾ തന്നെയാണ് പ്രതിപക്ഷത്തിനിടയിൽ നടക്കുന്നത്. കാവ്യ. ഷീജ, ശരി, തുടരുക. മറ്റ് വാർത്തകളുടെ വിവരങ്ങളും ഷീജയിൽ നിന്ന് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ ഷീജ ഇപ്പോൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അത് നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിക്കുന്ന ഈ ഒരു നിലപാട് യഥാർത്ഥത്തിൽ ഏത് വിഷയത്തിലാണ് ഇവിടെ പ്രതിഷേധിക്കേണ്ടത് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ പോലും അതിനെ മറച്ചു പിടിക്കുന്ന ഒരു സമീപനമൊക്കെയും സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ഇന്നലെയും വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അടക്കം ഈ വിഷയത്തിൽ അവിടെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്ത് ധനമന്ത്രിയും വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. പാർലമെന്റിൽ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിന് മേൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ മറികടക്കാൻ എന്താണ് പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം നിന്ന് ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ പൊതുസമൂഹത്തിനുണ്ട്. ആ ഒരു ബാധ്യത മുൻനിർത്തിയെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നിലയ്ക്കാണ് ഇതിൽ പെരുമാറേണ്ടത് എന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു സർക്കാരും ഈ മുഴുവൻ സർക്കാർ സംവിധാനം പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്ന്. അതിനപ്പുറത്തേക്ക് ഗവർണർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിൽ സഭയ്ക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായി പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സഭ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഇന്നെങ്കിലും ആ ചർച്ചയിൽ കൃത്യമായി പങ്കെടുക്കുക, ഗവർണറുടെ ഈ ഒരു നടപടിയെ രൂക്ഷമായി വിമർശിക്കാനുള്ള ഒരു സാഹചര്യം പരമാവധി പ്രതിപക്ഷ അംഗങ്ങളും പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ്. കാരണം ഗവർണറുടെ ഈ ഒരു നടപടി ഒരു നിലയ്ക്കും ധാർമ്മികമായോ അല്ലെങ്കിൽ ഏത് നിലയ്ക്കോ സംസ്ഥാനത്തിൻ്റെ പൊതുവിലെ സാഹചര്യത്തിലൊക്കെയും പരിശോധിക്കുകയാണെങ്കിൽ ചേരുന്ന ഒരു നടപടിയല്ല ഗവർണർ എന്ന പദവിക്ക് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത ഒരു ഘട്ടമുണ്ട്. നിയമസഭയിൽ തന്നെയാണ് ഏറ്റവും കൃത്യമായി അതിനുള്ള മറുപടികളും പ്രതികരണങ്ങളും ഒക്കെയും ഉയർന്നു വരേണ്ടത്. പിന്നീടാണ് പൊതുസമൂഹം അത് ഏറ്റെടുക്കേണ്ടത് എന്നത് പ്രതിപക്ഷവും ഈ ഒരു ഘട്ടത്തിൽ ഓർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഷീജ പറഞ്ഞു വെച്ചതും അതുതന്നെയാണ്. പറഞ്ഞതുപോലെ തന്നെ മറ്റ് നിരവധി വാർത്തകളും നിയമസഭയിൽ എന്തായാലും 8:50 9 മണിയോടുകൂടി തന്നെ സഭാ സമ്മേളന നടപടിക്രമങ്ങളൊക്കെയും പുരോഗമിക്കുമ്പോൾ നമ്മൾ ആ വാർത്തയിലേക്കൊക്കെ വീണ്ടും വരും.